Hi students, CST 205 Object Oriented Programming Using Java എന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 1ലെ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. One is software approaches for a software design and the second is object oriented programming concept. So before that, first of all we have to understand what is a software. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ ഒരു യൂസറിന് കമ്പ്യൂട്ടറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയർസായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറും വേണം, ഹാർഡ്വെയറും വേണം. ഇവർ രണ്ടു പേർക്കും ഇൻഡിപെൻഡൻ്റ്ലി ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. ഇനി മെയിൻലി 3 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് system software, second is application software and the third one is programming software. System software, for example, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ വിൻഡോസ് ആവാം, ഉബുണ്ടു ആവാം, ആൻഡ്രോയിഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ്. ഇനി അല്ലെങ്കിൽ കമ്പൈലേഴ്സ്, ഇൻ്റർപ്രറ്റേഴ്സ്, അസംബ്ലേഴ്സ് എന്ന് പറയുന്നതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി മാത്രം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. പെയിൻറ്റ് അല്ലെങ്കിൽ നോട്ട് പാഡ്, അതല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്നതെല്ലാം ഒരു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിന് എക്സാമ്പിളാണ്. പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. ഇപ്പോൾ C++ന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, സി എന്ന് പറയുന്ന ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും, ജാവ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. അങ്ങനെ മെയിൻലി 3 കാറ്റഗറീസ് ഓഫ് സോഫ്റ്റ്വെയർസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് യൂസർ റിക്വയർമെൻറ്റ്സിനെ എന്തെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് 2 രീതിയിലാണ് നമുക്കൊരു സോഫ്റ്റ്വെയർ ഡിസൈനിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ, സെക്കൻഡ് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. ഈ ഏത് രീതിയിലായാലും നമ്മുടെ ഡിസൈൻ പ്രോസസ്സിന് മെയിൻലി 2 ലെവൽസാണ് ഉണ്ടാവുക. ഒന്ന് എന്ന് പറയുന്നത് ആ ഡിസൈൻ ചെയ്ത് എടുക്കുന്ന സോഫ്റ്റ്വെയറിൽ എത്ര മൊഡ്യൂൾസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ സെക്കൻഡ് തിങ് ഇസ് ഹൗ ദിസ് മൊഡ്യൂൾസ് ആർ ഇൻ്റർകണക്റ്റഡ്. എങ്ങനെ നമുക്ക് ഈ ഓരോ മൊഡ്യൂളുകളെയും തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യാം, എത്ര മൊഡ്യൂളുകൾ ഉണ്ടെന്നും അതുപോലെ ആ മൊഡ്യൂളുകളെ എങ്ങനെ ഇൻ്റർകണക്ട് ചെയ്യാം എന്നുള്ളതുമാണ് ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ പ്രോസസ്സിലെ മെയിൻ 2 ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ. ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രോസസ്സിനെ തന്നെ നമ്മൾ കുറേ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഫങ്ഷനും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇവിടെ ഡിവൈഡ് ആൻഡ് കോൺക്വർ മെത്തഡോളജിയാണ് നമ്മൾ മെയിൻലി ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഹോൾ സിസ്റ്റത്തിനെ നമ്മൾ കുറേ സ്മോളർ ഫങ്ഷൻസ് ആയിട്ട് ഡിറൈവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബാങ്കിങ് പ്രോസസ്സ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാങ്കിങ് പ്രോസസ്സിന് വേണ്ടി നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ബാങ്കിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്ന് പറഞ്ഞു നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം, ക്യാഷ് വിഡ്രോ ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് നമുക്ക് നോക്കാൻ പറ്റും, അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു അക്കൗണ്ടിൽ നിന്ന് വേറൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സുകളെയെല്ലാം നമ്മൾ ഓരോ ഫംഗ്ഷനായിട്ട് ഹാൻഡിൽ ചെയ്യും. വിഡ്രോ എന്ന് പറയുന്നൊരു ഫംഗ്ഷനായിരിക്കും, ഡെപ്പോസിറ്റ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനായിരിക്കും. അങ്ങനെ സ്മോളർ ഫങ്ഷൻസ് ആയിട്ട് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ഡിസൈൻ മെത്തഡോളജിയാണ് ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റുകൾക്കായിരിക്കും. അപ്പോൾ ആ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൽ ഒബ്ജക്റ്റുകളെ, ക്ലാസ്സുകളെ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ, ഒബ്ജക്റ്റിൽ ആയിട്ടുള്ളൊരു മെസ്സേജ് കമ്മ്യൂണിക്കേഷനാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കണ്ട ബാങ്കിങ് എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബാങ്കിൽ ആരൊക്കെയാണ്
കമ്മ്യൂണിക്കേഷനായിട്ട് വരുന്നത്, അതിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവിടെ മണിയാണ് അവിടെ മെയിനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും, അതുപോലെ ഓരോ കസ്റ്റമറിനും ഓരോ അക്കൗണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റുകൾ. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു ഒബ്ജക്റ്റിലേക്ക്, അപ്പോൾ ഒരു കസ്റ്റമർ അയാളുടെ വേറൊരു അക്കൗണ്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷനാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈനിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ പ്രോസസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റുകൾ എന്നറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ ഊപ്പിന് മെയിൻലി 6 കൺസെപ്റ്റുകളാണ് പഠിക്കാനുള്ളത്. ക്ലാസ്, ഒബ്ജക്റ്റ്, എൻക്യാപ്സുലേഷൻ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവയാണ്. ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. അപ്പം നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു. ഇത് ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. C++ എന്ന് പറയുന്നതും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്. ഒരു ഒബ്ജക്റ്റ് ടു ഒബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ, ആ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു 6 ടൈപ്പ് കൺസെപ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം. അതാണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്, ഒബ്ജക്റ്റ്, എൻക്യാപ്സുലേഷൻ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റീനെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് കൺസിഡർ ചെയ്യാം. എക്സാമ്പിൾ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബാങ്ക്, ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള എന്തൊരു എൻറ്റിറ്റീനെയും നമുക്കൊരു ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യാം. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റുകളുടെ ഒരു കളക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണെങ്കിൽ ആ ഫ്രൂട്ട് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഒബ്ജക്റ്റുകളായിരിക്കും മാംഗോ, ബനാന, ഗ്രേപ്പ് എന്ന് പറഞ്ഞ ഏതൊരു ഫ്രൂട്ട് എടുത്താലും ആ പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ബിഹേവിയർ ഉള്ള ഓരോ ഒബ്ജക്റ്റുകളായിരിക്കും. ഇനി അതുപോലെ തന്നെ ബേർഡ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രോ, ഏത് തരം ബേർഡ്, പാരറ്റ്, ഡൗ, ഏത് തരത്തിലുള്ള ബേർഡ്സ് ആണെങ്കിലും അതിന് ആ പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ബിഹേവിയേഴ്സ് ഉണ്ടാവും. ഇപ്പം നിങ്ങളുടെ ക്ലാസ്, നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പോൾ S3 CSE എന്ന് പറയുന്നത് ഒരു ക്ലാസ്സായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലുള്ള ഓരോ സ്റ്റുഡൻറ്റും എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ക്ലാസ്സിൻ്റെയും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് അതിൽ ഡാറ്റാസിനെയും ഫങ്ഷൻസിനെയും നമ്മൾ കമ്പൈൻ ചെയ്തൊരു സിംഗിൾ യൂണിറ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ഫീച്ചറാണ്. അതിൽ ഫോർ എക്സാമ്പിൾ, അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കാർ എന്ന് പറയണത് ഒരു ഐറ്റമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വാല്യൂസ് എന്താണോ അതാണ് അതിൻ്റെ ഡാറ്റ. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ മോഡൽ നമ്പർ, അതിൻ്റെ സ്പീഡ് ലിമിറ്റ്, അതിൻ്റെ എൻജിൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കുറച്ച് വാല്യൂസാണ്. ഈ വാല്യൂസിനെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് നമ്മളതിൽ ചെയ്യണം. ഇപ്പോൾ സ്പീഡ്, ഇപ്പോൾ 60 km/s പോയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് ചേഞ്ച് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ നമ്മളതിൻ്റെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ സ്പീഡ് ചേഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെത്തേഡായിട്ട് നമുക്കൊരു പ്രോസസ്സ് അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡൈനാമിക്കലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള അതിൻ്റെ ബിഹേവിയറാണ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തൊരു സിംഗിൾ യൂണിറ്റായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ഫീച്ചർ. ദെൻ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെല്ലാം ഹൈഡ് ചെയ്യുന്ന മെത്തഡോളജിയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ATM കൗണ്ടറിൽ പോയി ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ക്യാഷ് എവിടെ നിന്ന് ഡെബിറ്റ് ആവണോ, എങ്ങനെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു വർക്കിങ്ങും ആ ഒരു കസ്റ്റമർ ഇൻവോൾവ്ഡ് അല്ല. ആൾക്ക് ആകെ അയാളുടെ ATM കാർഡ് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയുന്ന എമൗണ്ട് ഓഫ് മണി വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ അതിനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനെല്ലാം ഹൈഡ് ചെയ്തുകൊണ്ട് എസെൻഷ്യൽ ഇൻഫോർമേഷൻസ് മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു മെത്തഡോളജിയാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ദ നെക്സ്റ്റ് ഈസ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറയുന്നത് എബിലിറ്റി ടു ടേക്ക് മോർ ദാൻ വൺ ഫോം. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റയ്ക്ക്
ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷന് ഒന്നിൽ കൂടുതൽ രീതിയിൽ ബിഹേവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പോളിമോർഫിസം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു കടയിൽ പോവുകയാണെങ്കിൽ അതിലൊരു കസ്റ്റമറായിട്ടാണ് ചെല്ലുക. അയാളൊരു ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളൊരു പാസഞ്ചറായിട്ടാണ് കൺസിഡർ ചെയ്യുക. അയാളൊരു കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻ്റായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി അയാൾ ഒരു വീട്ടിലാവുമ്പോൾ അയാളൊരു ബിഹേവ് ചെയ്യുന്നൊരു സൺ അല്ലെങ്കിൽ ഒരു ഡോട്ടർ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അയാൾക്ക് ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റോളുകൾ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പോളിമോർഫിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റാസ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന സിറ്റുവേഷനാണ് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ്സിന് അത് എവിടെ നിന്നാണോ ഡിറൈവ് ചെയ്തത് ആ ക്ലാസ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഷോ ഓഫ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സിനെ ബേസ് ക്ലാസ് എന്നും അതിൽ നിന്ന് എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് അതിനെ സബ് ക്ലാസ് എന്നും വിളിക്കും. ഇൻഹെറിറ്റൻസിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ മെയിൻ കൺസെപ്റ്റുകൾ. ഒബ്ജക്റ്റ് എന്താണ്, ക്ലാസ് എന്താണ്, എൻക്യാപ്സുലേഷൻ, ഡാറ്റ ആബ്സ്ട്രാക്ഷൻ, പോളിമോർഫിസം ആൻഡ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 2 കാര്യങ്ങളാണ് കണ്ടത്. എങ്ങനെയൊക്കെ നമുക്കൊരു സോഫ്റ്റ്വെയറിനെ ഡിസൈൻ ചെയ്യാം. ആ ഡിസൈൻ ചെയ്യുന്ന മെത്തഡോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളാണ് നമ്മൾ കണ്ടത്. ഓക്കെ, that's all about this video. Thank you for watching.